ആ പൈസയൊക്കെ ഏട്ടൻ എങ്ങനെ നിനക്ക് എടുത്ത് തന്നെന്നറിയോ? അല്ല, എന്റെ എത്ര പവൻ സ്വർണ്ണം പണയം വെച്ചിട്ടാ നിനക്ക് അത് തന്നെന്നറിയോ? മോളെ സോറി കേട്ടോ, എന്റെ വണ്ടി അനീഷേ സാധനം എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ഞാനിപ്പോ വയലിലൂടെ ഓടി വന്നതാ. അല്ല നീ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്? അതേര് എന്റെ ഏട്ടാ, ഈ ജന്മത്തെ ഞാൻ ഇനി വഴിക്ക് വരില്ല കേട്ടോ. വന്നെത്തിയും തുടങ്ങി അവള് എന്റെ ഏട്ടൻ മുടിപ്പിക്കാൻ വേണ്ടി വരികയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സന്ധ്യേ, നീ എന്താ അവളോട് പറയുന്നത്? എടി ആ കുട്ടി ഇത്രയും ദൂരത്ത് നമ്മളെ കാണാൻ വേണ്ടി വന്നല്ലേ? അല്ല നീ എന്തിനിപ്പോ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടുന്ന കാണാൻ എനിക്ക് പറ്റാത്തോണ്ട് പറഞ്ഞു പോയതാ. നീ നിർത്തുന്നുണ്ടോ? എന്താ മോളെ, എന്താ ഏട്ടൻ അത്യാവശ്യമായിട്ട് കാണാൻ പറഞ്ഞത്? വേണ്ട ഏട്ടാ, ഒന്നുമില്ല, ഞാൻ തിരിച്ചു പോവാ. ഓ എന്റെ മോളെ നീ അത് വിട്, അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നീ ഏട്ടനോട് കാര്യം പറ. അതേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീടിന്റെ വാർപ്പാകാറായിന്ന്. മനുവേട്ടനാണെങ്കിൽ ഇപ്പൊ ബിസിനസ് ഒക്കെ തീരെ ഡള്ളാണേ. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ ആവില്ല. ഒരു സിമെന്റും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടേ ഒരു 30,000 രൂപ ഏട്ടന് മറിക്കാനുണ്ടാവോ? ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം. 30,000? അല്ല എപ്പോഴാ വേണ്ടത് പറഞ്ഞത്? പണിക്കാര് ഞായറാഴ്ച ആവുന്നാ പറഞ്ഞത്. പക്ഷെ ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും പൈസ കിട്ടിയാലേ ഒരു സമാധാനമാവും. ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും ഏട്ടൻ പൈസ കൊണ്ട് അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചല്ല കേട്ടോ. ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മൻ്റെ അടുത്തും പൈസ ചോദിക്കാൻ പറ്റുമോ? പിന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ എല്ലാം കണക്കാ. അതപ്പോ അത് സാറില്ല മോളെ, എനിക്കറിയില്ലേ. എന്നാലും നീ വാ, വന്ന് വല്ലതും കഴിക്കി. അയ്യോ വേണ്ട ഏട്ടാ, ഞാൻ പോവാ. അവിടെ പണിക്കാരുണ്ടേ, കണ്ണ് തെറ്റിയ പണി ചെയ്യാണ്ട് മിണ്ടാതിരിക്കും. കൊള്ളന്മാരാ. മാനുവേട്ടനും ഇല്ലാത്തല്ലേ, ഞാൻ അങ്ങോട്ട് പോട്ടെ. അത് നിനക്ക് ഞാൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാനേ ആഴത്തിൽ വണ്ടി ഇട്ട് നോക്കട്ടെ, ഇപ്പൊ വരാം. അയ്യോ വേണ്ട വേണ്ട ഏട്ടാ, ഇനിയിപ്പൊ എന്നെ കൊണ്ടുവിട്ടിട്ട് വേണം അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ. ഞാൻ പോവാ.